ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. വേനൽ ചൂട് കൂടിയതോടെ നിരവധി അസുഖങ്ങളുമായി ആളുകൾ ആശുപത്രിയിൽ എത്തിത്തുടങ്ങി. വേനൽ ചൂട് കടുക്കാൻ തുടങ്ങിയതോടെ നിരവധി പ്രശ്നങ്ങളുമായി ആളുകൾ ആശുപത്രികളിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അവയിൽ ഒന്നാണ് സ്കിൻ അലർജി പോലുള്ള അസുഖങ്ങൾ. പലർക്കും പലവിധത്തിലാണ് ഇവ കാണപ്പെടുന്നത്. ചിലർക്ക് ചൂടുകുരു പോലെ കാണുന്നു എങ്കിൽ മറ്റു ചിലർക്ക് തടിപ്പ്, ചൊറിച്ചിൽ, കരിവാളിപ്പ് തുടങ്ങി പലതരത്തിലാണ് കാണപ്പെടുന്നത്. ആശങ്കയോടെയാണ് പലരും ആശുപത്രികളിൽ എത്തുന്നത്. എന്നാൽ ഇവയ്ക്കുള്ള പ്രതിവിധികൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുകയാണ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ശൈലജ. ഏറ്റവും പ്രധാനമായി വസ്ത്രധാരണത്തിലാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ലൂസായ പരമാവധി ശരീരഭാഗങ്ങൾ കവർ ചെയ്യുന്ന കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണമെന്നും ഇരുചക്ര വാഹനയാത്രികർ തൊപ്പി, കോട്ടൺ ഗ്ലൗസുകൾ എന്നിവ ഉപയോഗിക്കണമെന്നും പുറത്ത് ഇറങ്ങുമ്പോൾ കുട ഉപയോഗിക്കണമെന്നും ഡോക്ടർ ശൈലജ വ്യക്തമാക്കി. ഇതിനെന്ത് ആണ് പ്രതിവിധി എന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വേനൽക്കാലത്ത് വസ്ത്രധാരണം ശ്രദ്ധിക്കണം. സൺ പ്രൊട്ടക്ഷനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ സൺ എക്സ്പോഷർ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വസ്ത്രധാരണത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ലൂസായിട്ടുള്ള കോട്ടൺ വസ്ത്രങ്ങൾ, അതും പ്രത്യേകിച്ച് കോട്ടൺ ഡ്രസ്സുകൾ ധരിക്കുമ്പോൾ കാര്യമായി ശ്രദ്ധിക്കേണ്ടത് കഴിയുന്നത്ര ശരീരഭാഗങ്ങൾ കവർ ചെയ്യുന്ന കൈകളാണെങ്കിൽ ഫുൾ കൈ ഡ്രസ്സുകൾ, പറ്റുമെങ്കിൽ കോട്ടൻ്റെ ഗ്ലൗസുകൾ. ഇത്തരം പ്രത്യേകിച്ച് സ്കൂട്ടിയൊക്കെ ഓടിക്കുന്ന ആൾക്കാർക്ക് കയ്യിൽ ഗ്ലൗസ് കോട്ടൻ്റെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഈ ഭാഗങ്ങളിൽ വരുന്ന എക്സ്പോഷർ കുറയ്ക്കാൻ പറ്റും. വസ്ത്രധാരണം ലൂസായിരിക്കണം. കോട്ടൻ്റെ വസ്ത്രങ്ങളാണ് വേനൽക്കാലത്ത് ഏറ്റവും അഭികാമ്യമായ വസ്ത്രധാരണം. മൈൽഡ് സോപ്പ്, ക്ലെൻസർ എന്നിവ ഉപയോഗിച്ചുള്ള ചർമ്മ സംരക്ഷണവും പ്രധാനപ്പെട്ടതാണെന്നും മോയ്സ്ചറൈസറുടെ ഉപയോഗവും നേരിട്ട് സൂര്യപ്രകാശമേൽക്കുന്ന ഭാഗങ്ങളിൽ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതും പ്രധാനമാണെന്ന് ഡോക്ടർ പറഞ്ഞു. അതോടൊപ്പം തന്നെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്കിന്നിനുണ്ടാകുന്ന ചേഞ്ചസും അതിന് ചെയ്യാൻ പറ്റുന്ന പ്രതിവിധി. നമ്മൾ വൃത്തിയായി 2 നേരവും ജെൻറ്റിലായിട്ടുള്ള ഏതെങ്കിലും മൈൽഡായിട്ടുള്ള സോപ്പോ ക്ലെൻസറോ ഉപയോഗിക്കുക. ഇത് ഉപയോഗിച്ച് ചർമ്മം വൃത്തിയാക്കണം. കാരണം ഒരുപാട് സ്വെറ്റ് ഉണ്ടാവും. അതോടൊപ്പം സ്വെറ്റ് കെട്ടി നിന്നുള്ള അസുഖങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. വൃത്തിയായി ക്ലീൻ ചെയ്യുക, മൈൽഡായിട്ടുള്ള സോപ്പുകൾ, ക്ലെൻസർ എന്നിവ ഉപയോഗിച്ചിട്ട്. രണ്ടാമതായി ചെയ്യേണ്ടത് മോയ്സ്ചറൈസർ. സണ്ണ് ലൈറ്റ് എക്സ്പോഷർ വരുമ്പോൾ ഒരുപാട് നമ്മുടെ സ്കിന്നിലുള്ള ജലാംശം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോയ്സ്ചറൈസർ റെഗുലറായി നമ്മൾ ഉപയോഗിക്കണം. റെഗുലറായി കുളി കഴിഞ്ഞതിന് ശേഷവും രാത്രി കിടക്കുമ്പോഴൊക്കെ നമ്മൾ സ്കിൻ പരമാവധി ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കണം. ധാരാളം വെള്ളം കുടിക്കുക, ജലാംശം കൂടുതലുള്ള ഫ്രൂട്ട്സ് കഴിക്കുക, എരിവുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്ന് ഡോക്ടർ ശൈലജ പറഞ്ഞു. സണ്ണുകൊണ്ടുണ്ടാകുന്ന സ്കിൻ ഡാമേജ് എന്നിവ കുറയ്ക്കാൻ സഹായമാവും. അതോടൊപ്പം തന്നെ ഫിസിക്കൽ പ്രൊട്ടക്ഷൻ, കൊട എന്നിവ ഉപയോഗിക്കണം. പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് പോലുള്ള സാധനങ്ങൾ സ്കിന്നിൽ ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ്. ഇതോടൊപ്പം ധാരാളം വെള്ളം കുടിക്കുക, കഴിയുന്നതും ഷെയ്ഡ് പോലുള്ള സ്ഥലങ്ങളിൽ നിൽക്കുക. പിന്നെ നല്ലോണം ഫ്രൂട്ട്സ്, വാട്ടർമെലൺ പോലുള്ള ഫ്രൂട്ട്സ് കഴിക്കുക. ആഹാരത്തിൽ ശ്രദ്ധിക്കുക, നല്ല സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക. ഇത്തരം കാര്യങ്ങൾ പിന്നെ ആണ് നമ്മൾ വേനൽക്കാലത്ത് കാര്യമായി ചർമ്മ സംരക്ഷണത്തിനായി ശ്രദ്ധിക്കേണ്ടത്.